ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മോഷണത്തിനെത്തി അദ്ദേഹത്തെ ആക്രമിച്ച വ്യക്തി ഷെരീഫുൾ ഇസ്ലാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് മുംബൈ പോലീസ്. പ്രതി 7 മാസം മുൻപാണ് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നത്. മേഘാലയയിലെ ബൗദ്ധി നദി വഴിയാണ് കടന്നതും. അതുമാത്രമല്ല, പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് എടുത്തതായും പോലീസ് വെളിപ്പെടുത്തി. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിന് ശേഷം പ്രതി ബിജോയ് ദാസ് എന്ന പേരിലായിരുന്നു കഴിഞ്ഞുവരുന്നതും. ഇന്ത്യയിലെത്തി ഏതാനും ആഴ്ചകൾ പശ്ചിമ ബംഗാളിൽ കറങ്ങി നടന്ന ഇയാൾ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇയാൾ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഹുക്മോണി ജഹാംഗീർ സേഖ് എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. താൻ 12ാം ക്ലാസ് വരെ ബംഗ്ലാദേശിൽ പഠിച്ചതായും ജോലി തേടാനായി ഇന്ത്യയിലേക്ക് എത്തിയതാണ് എന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. കൊൽക്കത്ത സ്വദേശിയാണ് താനെന്നാണ് ഷെരീഫുൾ ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള നമ്പറിലേക്ക് നിരവധി തവണ ഫോൺ കോളുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. പ്രതി ബംഗ്ലാദേശിലേക്കുള്ള തന്റെ കുടുംബത്തെ വിളിക്കാൻ മൊബൈൽ ആപ്പും ഉപയോഗിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്നാണ് 30-കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ച് കയറി ഇയാൾ മോഷണ ശ്രമത്തിനിടെ നടനെ കുത്തി പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. 6 മാസം മുൻപ് മുംബൈയിലെത്തിയ ഇയാൾ ഇടയ്ക്ക് നാട്ടിൽ പോയി വരുമായിരുന്നു. സെയ്ഫിന്റെ വീട്ടിലെ ആക്രമണത്തിന് ഏതാനും ദിവസം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയതും. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തു വന്നതും. ഏജൻസി മുഖേന തന്നെ ഒരു പമ്പിലായിരുന്നു നിലവിൽ ജോലി ചെയ്തിരുന്നതും. സെയ്ഫിനെ ആക്രമിച്ച സമയത്ത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും സംശയമുണ്ട്. നേരത്തെ മുംബൈ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 24 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആക്രമണത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്ന സംശയം തള്ളിക്കളയാനാവില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കാൻ പ്രതി ഉപയോഗിച്ച രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ഷെരീഫുൾ ഇസ്ലാമിന് ഇന്ത്യയിലേക്ക് എത്തുവാനും വ്യാജരേഖകൾ ഉണ്ടാക്കുവാനും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് മുംബൈ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. അതേസമയം സെയ്ഫ് അലി ഖാന്റെ വീടാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 7ാം നില വരെ കോണിപ്പടി കയറിയാണ് പോയത്. തുടർന്ന് പൈപ്പിലൂടെ വലിഞ്ഞു കയറി മുകളിലേക്ക് നീങ്ങി. പിന്നീട് കുളിമുറിയുടെ ജനൽ വഴിയാണ് മുറിയിലേക്ക് കടന്നത്. കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ജോലിക്കാരിയായ ഏലിയാമ്മ എന്നയാളെ കണ്ടത്. 1 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ സമയം മുറിയിലേക്ക് എത്തിയ സെയ്ഫ് അലി ഖാൻ പ്രതിയെ കടന്നു പിടിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയാണ് സെയ്ഫിനെ പുറകിൽ നിന്ന് കുത്തിയതെന്നും പ്രതി മൊഴി നൽകിയിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതിയെ കീഴ്പ്പെടുത്തി മുറിയിലിട്ട് പൂട്ടിയെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. എന്നാൽ ഇവിടെ നിന്ന് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പുനർസൃഷ്ടിക്കുമെന്നും അതുപോലെ തന്നെ പ്രതിയുടെ ബാഗിൽ നിന്നും സ്ക്രൂ ഡ്രൈവർ, അതേപോലെ തന്നെ കയർ, ചുറ്റിക ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.